ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വാശിയേറിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യ ഏകദിന പരമ്പരയിൽ അല്ലെങ്കിൽ ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യയുടെ പ്രോബബിൾ അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് 11 എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വാശിയേറിയ ഏകദിന പരമ്പര, വാശിയേറിയ 2020 പരമ്പരയ്ക്ക് ശേഷം ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. 2020 പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം വിജയിച്ച് സമനില പാലിച്ചെങ്കിൽ വാശിയേറിയ പോരാട്ടത്തിന് ഇന്ന് മുതലായിരിക്കും തുടക്കം കുറിക്കാൻ പോകുന്നത്. ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30 സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലെ വാണ്ടർ സ്റ്റേഡിയത്തിൽ അരങ്ങേറാൻ പോവുകയാണ്. സോ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സഞ്ജു സാംസൺ, യുസ്വേന്ദ്ര ചാഹൽ തുടങ്ങിയ താരങ്ങൾ ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പരമ്പരയെ സംബന്ധിച്ചുള്ള ശ്രദ്ധേയത. ബാക്കിയെല്ലാം ഇന്ത്യയുടെ സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ KL രാഹുൽ, സഞ്ജു സാംസൺ, യുസ്വേന്ദ്ര ചാഹൽ തുടങ്ങിയ കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ. ബാക്കിയെല്ലാം യുവതാരങ്ങൾ എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രകടമായ ഒരു മാറ്റമെന്ന് പറയുന്നത്. 2020 പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മിന്നും പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളെല്ലാം ഈ ഒരു പരമ്പരയ്ക്കുള്ള ടീമിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പ്രഡിക്റ്റഡ് അല്ലെങ്കിൽ പ്രോബബിൾ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്യാപ്റ്റൻ KL രാഹുലിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സോ അതിൽ അദ്ദേഹം നേരിട്ടൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ ഉറപ്പായും കളിക്കും. അദ്ദേഹം 5-മോ അല്ലെങ്കിൽ 6-മോ നമ്പറിലായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ. അതായത് മിഡിൽ ഓർഡറിൽ 5-ഓ 6-ഓ പൊസിഷനിലായിരിക്കും സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുക എന്നത് ഇന്നലെ KL രാഹുലിൻ്റെ ഒരു മറുപടിയായിരുന്നു. സോ അതിനാൽ തന്നെ ഇന്ന് സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദും സായി സുദർശനുമായിരിക്കും ഓപ്പണിങ്ങിന് നേതൃത്വം നൽകുന്നത്. വൺ ഡൗൺ ആയിട്ട് ശ്രേയസ് അയ്യരും 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ KL രാഹുൽ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻ KL രാഹുലുമായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 5-ാം നമ്പറിലായിരിക്കും സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇന്നലെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് 5-ഓ 6-ഓ നമ്പറിലായിരിക്കും സഞ്ജു ഇറങ്ങുന്നത്. സോ ഈ ഒരു 11 നോക്കുകയാണെങ്കിൽ 5-ാം നമ്പറിലായിരിക്കും സഞ്ജു ഇറങ്ങുന്നത്. എന്നിട്ട് 6-ാം നമ്പറിൽ വെടിക്കെട്ട് ഫിനിഷർ റിങ്കു സിംഗ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഇനി ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 3 സ്പിന്നർമാരായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. സ്പിന്നിനെ തുണയ്ക്കുന്ന ജോഹാനസ്ബർഗിലെ വാണ്ടർ സ്റ്റേഡിയത്തിൽ 3 സ്പിന്നർമാരുമായിട്ടായിരിക്കും KL രാഹുലിൻ്റെ സംഘം ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം 11ലേക്ക് മടങ്ങിയെത്തുന്ന അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ യുസ്വേന്ദ്ര ചഹലും ഇന്നത്തെ ആ ഒരു സ്പിൻ ആക്രമണത്തിന് മൂർച്ച കൂട്ടാനുണ്ടാകും. ഇരുവർക്കും പുറമെ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഹീറോ ആയിട്ടുള്ള കുൽദീപ് യാദവ് ഈ ഒരു 11-ൽ ഉണ്ടാകും. സോ അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരടങ്ങുന്ന സ്പിൻ നിരയായിരിക്കും. ഇനി 2 പേസർമാരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്. ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള അർഷ്ദീപ് സിംഗും അതോടൊപ്പം തന്നെ IPLലെ ഡൽഹി ക്യാപിറ്റൽസിലെ താരമായിട്ടുള്ള മുകേഷ് കുമാറുമായിരിക്കും ഇന്നത്തെ ആ ഒരു 11-ൽ ഇന്ത്യക്ക് വേണ്ടി പേസ് ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ ഇറങ്ങുന്നത്. സോ ഇതായിരിക്കും ആ ഒരു പ്ലേയിങ് 11 വീഡിയോ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സായി സുദർശൻ, ഋതുരാജ് ഗെയ്ക്വാദ്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, മുകേഷ് കുമാർ, അർഷ്ദീപ് സിംഗ്. സോ ഏകദിന വേൾഡ് കപ്പിലെ ആ ഒരു കലാശപ്പോരാട്ടത്തിലെ ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം ഇന്ത്യ ആദ്യമായാണ് ഒരു ഏകദിന മത്സരം കളിക്കാൻ ഇറങ്ങുന്നത്. സോ അത് വിജയത്തോടു കൂടി തന്നെ തുടങ്ങട്ടെ KL രാഹുലിൻ്റെ സംഘത്തിനെന്ന് പ്രാർത്ഥിക്കാം.